അതിന് പറയാൻ കാരണം വ്യാസനുമായി കണ്ടുമുട്ടിയപ്പോൾ വ്യാസനോട് ഈ ഭാഗവതം എഴുതേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയാൻ പുറപ്പെട്ടപ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹം ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ കൽപ്പത്തില് താൻ ഉപബർഹണൻ എന്ന ഒരു ഗന്ധർവ ശ്രേഷ്ഠനായിരുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ അനേകം മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചു ഓരോ കൽപ്പങ്ങളെ കുറിച്ച്. ഇനി മുമ്പുള്ള കൽപ്പത്തിൽ ഉപബർഹണൻ എന്നൊരു ഗന്ധർവനായിരുന്നു താൻ. തൻ്റെ ജന്മം അവിടെയാണ്. ആ താൻ ഗന്ധർവശ്രേഷ്ഠനായ സംഗീതജ്ഞനാണ്. നന്നായിട്ട് പാട്ടുപാടാൻ അന്നേ കഴിവുണ്ട്. തൻ്റെ കൂടെയുള്ള കുറെ കിന്നരികളായ സ്ത്രീകൾ ഗന്ധർവന്മാരുടെ പത്നിമാരാണ്. അവരുമായി ചേർന്ന് അദ്ദേഹം ഓരോ സഭകളിൽ ചെന്ന് പാട്ടുപാടി നടക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഗന്ധർവന്മാരുടെ രീതി അങ്ങനെ. അങ്ങനെ ചെന്നപ്പോൾ ഒരു യജ്ഞശാലയെ കടന്നു. അത് പ്രജാപതിമാരാണ് യജ്ഞം ചെയ്യുന്നത്. യജ്ഞത്തിന് ഉടമസ്ഥർ പ്രജാപതിമാരാണ്. അവർ നടത്തുന്ന ഉത്കൃഷ്ടമായ ഒരു യജ്ഞശാലയെ കടന്നിട്ട് ഇദ്ദേഹം ഒന്നും നോക്കാതെ പാട്ട് പാടിക്കൊണ്ടാണ് കയറി ചെന്ന് അവിടെ ചെന്ന് യജ്ഞശാലയ്ക്കകത്ത് നിന്ന് വലം വെച്ച് പാട്ടുപാടി ഒരു ഘോഷം ഉണ്ടാക്കി. ഇത് പ്രജാപതിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. തങ്ങളെ ധിക്കരിക്കുകയാണെന്ന് തോന്നി. ഇതൊരു ശരിയല്ലല്ലോ. ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്ന യജ്ഞശാലയിൽ ഒരനുവാദം പോലും ഇല്ലാതെ കയറി വന്ന് ഗന്ധർവൻ എന്ന പേരിൽ ഒരാൾ വന്ന് പാട്ടും പാടി കുറെ സ്ത്രീകളുമായി കൂത്തുകളി. ഇത് ശരിയാവില്ല. ഇത് കണ്ടപ്പോൾ വളരെ അവര് ക്ഷുഭിതരായിട്ട് ശപിച്ചു. യാഹിത്വം ശൂദ്രതാമാശു, യാഹിത്വം പോകൂ താങ്കൾ, ശൂദ്രതാമാശു നഷ്ടശ്രീഹി കൃതഹേളന. നഷ്ടശ്രീഹി, ശൂദ്രതയെ പ്രാപിക്കണം. നീ പോയൊരു ശൂദ്രവംശത്തിൽ ജനിക്കട്ടെ, സ്ത്രീയൊക്കെ നഷ്ടപ്പെടട്ടെ, ഐശ്വര്യങ്ങളൊക്കെ പോകട്ടെ. കൃതഹേളന, മറ്റുള്ളവരെ കൊണ്ടുള്ള കളിയാക്കൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ചോട്ടെ. 3 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ശാപമാണ് നാരദന് കൊടുത്തത്. അങ്ങനെ താൻ അടുത്ത ജന്മത്തിൽ ദാസീപുത്രനായിട്ട് ജനിച്ചു. കാരണം ശൂദ്രതാം വ്യാഹി എന്നാണല്ലോ ശാപം വന്നത്. അപ്പൊ താൻ അവിടെ ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. അങ്ങനെ ദാസീപുത്രനായിട്ട് അവിടെ ജനിച്ച ഞാൻ, അദ്ദേഹം തന്നെ പറയും, അഹം ഹി അവിടെ പുരാ അതീതഭുവം മുനെ. ഹേ മുനെ, ഞാൻ പണ്ട് അതീതഭുവം, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കൽപ്പത്തിൽ, ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം, ഏതോ ചില വേദവാദികളുടെ ദാസിയായി ജീവിച്ചിരുന്ന എൻ്റെ അമ്മ, നിരൂപിതോ ബാലകയവയോഗിനാം ശുശ്രൂഷണയെ പ്രാവൃഷി നിർവിവിക്ഷത. ഒരു ചാതുർമാസ്യ കാലഘട്ടത്തിൽ, അതായത് ഒരു വർഷ ഋതുവിൽ, അവിടെയാണ് ചാതുർമാസം. ആ വർഷ ഋതുവിൽ ഒരു ചാതുർമാസ്യ കാലഘട്ടത്തിൽ എൻ്റെ അമ്മ ആ ചാതുർമാസ്യത്തിന് സംബന്ധിക്കുന്ന ഏതാണ്ട് 1000ഓളം ഋഷിമാരും മഹർഷിമാരും കൂടി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അവരെ ശുശ്രൂഷിക്കാനായിട്ട് എൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ഞാൻ കുട്ടിയായതുകൊണ്ട് അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകും. എന്നെ വീട്ടിലെത്താൻ പറ്റാതെ എന്നെയും കൂടെ കൊണ്ടുപോകും. ഞാൻ കൂടെ ചെന്ന് ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും ഇവർക്കൊക്കെ. അപ്പൊ ഞാൻ ഇവരെ ശുശ്രൂഷിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് എന്നോട് കൗതുകം തോന്നി. ഈ ഒരു കൊച്ചുകുട്ടി 5 വയസ്സൊക്കെ ഉള്ളൂ, വന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുകയാണ്. ശുശ്രൂഷിക്കുക, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരിക, ചവത കൊണ്ടുവരാൻ പറഞ്ഞാൽ ചവത കൊണ്ടുവരിക, എത്ര പ്രാവശ്യം ഓടിയാലും ഒരു മടിയില്ല. ഇങ്ങനെ കണ്ടപ്പോൾ, നിശബ്ദനായ ഒരു ബാലനെ കണ്ടപ്പോൾ എന്തോ ഇവനൊരു ചൈതന്യം ഉണ്ട് എന്ന് കണ്ടിട്ട് അവര് അടുക്ക വിളിച്ച് കുറെ ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശങ്ങളൊക്കെ എന്താണ്? ഏകാത്മജാമേ ജനനി യോഷിൻ മൂഢാച കിങ്കരി. ഞാൻ ഒറ്റൊരു മകനേ ഉള്ളൂ, ഏകാത്മജ. മേ ജനനി യോഷിത് മൂഢാച കിങ്കരി. മൂഢയായ ഒരു സ്ത്രീയാണ്, കിങ്കരിയുമാണ്. എന്നുവെച്ചാൽ പെർവൻ്റാണ്, ജോലി ചെയ്ത് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ പിതൃത്വം പോലും വാസ്തവത്തിൽ അമ്മയ്ക്ക് ശരിക്കും അറിയില്ല. ഇങ്ങനെയൊക്കെ മഹർഷിമാരെ കൂടെ പോയി ജീവിച്ചിട്ടുണ്ടോ എന്നല്ലാതെ വ്യക്തമായിട്ട് പറയാനാവില്ല. അങ്ങനെ ഞാൻ ഇവരെ ശുശ്രൂഷിച്ച് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടവേ യജ്ഞശാലയെല്ലാം കഴിഞ്ഞ് ചാതുർമാസം കഴിഞ്ഞ് പൂർണ്ണമായി അവർ തിരിച്ചു പോകാൻ നേരം എന്നെ വിളിച്ച് അനുഗ്രഹം തന്ന് കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ട് അവർ പോയി. അപ്പം ഞാനും അമ്മയും മാത്രമായി എൻ്റെ വീട്ടിൽ. അമ്മ ഒരു ദിവസം സന്ധ്യയ്ക്ക് പശുവിനെ കറക്കാൻ പോയപ്പോൾ പാമ്പ് കടിച്ച് അമ്മ മരിച്ചു.
അമ്മ മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഭാഗ്യമായി. ഇങ്ങനെ ആരും വിചാരിക്കാറില്ല. ഇതൊരു ഭാഗ്യമാണെന്ന് വിചാരിക്കാൻ തക്ക ഒരു പാഠം ഋഷിമാരിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ആകെ എനിക്ക് ഈ ലോകത്തോടുള്ള ഒരു ബന്ധനം അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മ മാറിക്കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിനൊരു ബന്ധനവുമില്ല. ഏകനാണ്, ആരോടും ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റും. ആ സ്വാതന്ത്ര്യം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള കരുത്ത് കിട്ടി. അതാണ് ഇന്ന് സംഭവിച്ചൊരു ദൃശ്യം. സ്വാതന്ത്ര്യം വേണം എന്ന് പറയും, കൊടുത്താൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളല്ല. കാരണം അതിനുള്ള പാഠം കയ്യിൽ കിട്ടിക്കൊണ്ട് അദ്ദേഹം നന്നായി തന്നെ അത് വിനിയോഗിച്ച് കാട്ടിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു. പല പല ദിക്കിൽ കൂടി പല വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവശനായി ക്ഷീണിച്ച് പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാനാവാതെ ഇനി എന്താ വഴിയെന്ന് ആലോചിച്ച് ഒരു ആൽമരത്തിന് ചുവട്ടിൽ അങ്ങനെ പോയി വിശ്രമിച്ച് തളർന്നുറങ്ങി. ഈ ഋഷിമാർ കൊടുത്ത ഉപദേശം കൊണ്ട് ഒരു ബ്രഹ്മചൈതന്യമായ ഒരു ഈശ്വരനെയാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടതെന്ന് അപ്പോൾ യാദൃശ്യമായിട്ട് തോന്നി. അതിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലുണ്ടായ ഒരു കായാമ്പൂ വർണ്ണ സ്വരൂപത്തിലുള്ള ഒരു ഭഗവത് സ്വരൂപത്തെ അദ്ദേഹം ഇങ്ങനെ കണ്ടതായിട്ട് ഒരു മയക്കത്തിലാണ് ഓർമ്മയിൽ തോന്നി. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ചെവിയിൽ കൂടി ഒരു ശബ്ദം കേൾക്കാൻ പറ്റി. നിനക്ക് ഈ ജന്മത്തിൽ മുക്തി കിട്ടില്ല, ഇപ്പോഴും നിനക്ക് ബന്ധത്തിൽ നിന്ന് വേർപെടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ അടുത്ത ജന്മത്തിൽ മാത്രമേ നിനക്ക് മുക്തി ഉണ്ടാവുള്ളൂ എന്ന് ഒരു അശരീരി വാക്ക്. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ എന്തായാലും തനിക്കുണ്ടാവില്ല. കാരണം തനിക്ക് ഇത്തിരി കൂടി പാപകർമ്മങ്ങളുടെ ശേഷിപ്പ് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒരു ജന്മം കൂടി വേണം. അങ്ങനെ താൻ അവിടെ നിന്ന് തന്നെ ഈ സ്വരൂപത്തെ ധ്യാനിച്ച് ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉപവാസം കൊണ്ട് തന്നെ പ്രായോപവേശത്താൽ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ജന്മത്തിൽ അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ഈ പ്രാക്തന സംസ്കാരത്തിന് ആർജിച്ചെടുത്ത ഒരു വീര്യമുണ്ട്, ശക്തിയുണ്ട്. അത് ആത്മജ്ഞാനത്തിന് ശക്തി തന്നെയാണ്. ആ ശക്തി കൊണ്ട് താൻ എങ്ങോട്ടാണ് ഇനി പോവേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നേരിട്ട് ഭഗവത് സന്നിധിയിലേക്കാണ് തൻ്റെ ജീവൻ ചെന്നിരുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിലേക്ക് തൻ്റെ ചൈതന്യത്തെ ലയിക്കാൻ കാരണമായി. അവിടെ നിന്നും എൻ്റെ പിതാവ് ഈ വൈകുണ്ഠമൂർത്തിയായ ഭഗവാന്റെ നാഭിയിൽ നിന്ന് കിളിച്ചു വന്ന താമരയിൽ നിന്നും പുറത്തുണ്ടായി തപസ് ചെയ്ത് സൃഷ്ടി ആരംഭിച്ചപ്പോൾ സനകാദികളെയും അതേപോലെ സപ്തർഷിമാരെയും സൃഷ്ടിച്ചതിന് ശേഷം എനിക്ക് ജന്മം തന്നു. ഇതാണ് ഈ നാരദൻ. അത്ര ഭംഗിയായിട്ട് തൻ്റെ പൂർവ്വകഥ ജനിച്ചു വന്നു. ഇതാണ് ഈ നാരദൻ. അങ്ങനെ ഞാൻ ജനിച്ച് വീണ് കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് ഋഷിമാർക്കും ദേവന്മാർക്കും അറിയാം. ഞാൻ ഇത്രയൊക്കെ ചൈതന്യ സമ്പന്നനാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് ദേവദത്താം ഇമാം വീണാം ബ്രഹ്മസ്വര വിഭൂഷിതാം, ഈ വീണ അവരെനിക്ക് സമ്മാനമുണ്ട്. ദേവദത്താം ഇമാം വീണാം, ഈ വീണ ദേവന്മാർ നൽകിയതാണ്. ബ്രഹ്മസ്വര വിഭൂഷിതാം, ഇതിലെ സ്വരങ്ങൾ ബ്രഹ്മസ്വരമാണ്. ബ്രഹ്മചൈതന്യത്തിലേക്ക് അടുക്കാൻ പറ്റുന്ന സ്വയം രാജിപ്പിക്കുന്ന ശബ്ദം, അതാണല്ലോ സ്വരം. മറ്റൊന്നിനെ ആശ്രയിക്കണ്ട, ഈ വീണ കൊണ്ട് തന്നെ തനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാം. ആ സ്വരം ഇതിൽ നിക്ഷേപിച്ചാണ് എനിക്ക് തന്നത്. അങ്ങനെ ബ്രഹ്മസ്വര വിഭൂഷിതമായ ഈ വീണ തന്നിട്ട് അതുകൊണ്ട് മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരമ്യഹം, അതിൻ്റെ മൂർച്ഛന രാഗത്തിൻ്റെ മൂർച്ഛന, ആ രാഗത്തിൻ്റെ മൂർച്ഛനയിൽ ഹരികഥകളെ പാടിക്കൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിക്കാം എന്ന് വ്യാസനോട് സ്വന്തം കഥ പറയുക. ഇതാണ് അവളെ തൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു ജന്മം. 3-4 ജന്മങ്ങൾ നാരദ മഹർഷിക്ക് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോരോ നിമിത്തം കൊണ്ട് അല്പസ്വല്പങ്ങളൊക്കെ വീഴ്ച വരുത്തി ഉണ്ടായി മാറി മാറി വന്ന ജന്മ പരമ്പരയിൽ കിട്ടതാണ് ഈ ജന്മം. നോക്കോളൂ, വിഷ്ണുവിലേക്ക് ലയിക്കാൻ യോഗമുണ്ടായിട്ട് പോലും മുക്തിയായില്ല. നമ്മുടെ ഭാഷയിൽ സായുജ്യം എന്നുള്ള അവസ്ഥയിൽ തന്നെ എത്തിയിട്ടും അദ്ദേഹത്തിന് മുക്തി കിട്ടിയില്ല. വീണ്ടും ജനിക്കേണ്ടി വന്നു. എങ്ങനെ? പിതാവിൽ കൂടി. ആ പിതാവിന്, അതുകൊണ്ടാണ് മാനസപുത്രൻ എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണതാ. കാരണം പിതാവിന്റെ മനസ്സിലെ സങ്കല്പം അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ആ മനസ്സിന്റെ സങ്കല്പത്തിലൊരു പ്രധാന കണ്ണിയായിരുന്നു നാരദൻ.
അങ്ങനെയാണ് നാരദന്റെ ജന്മം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീണയുമായിക്കൊണ്ട് ഇങ്ങനെ നാട് ഇങ്ങനെ പാടി നടക്കുന്നത്. ഇതാണ് എൻ്റെ പൂർവ്വകഥ എന്ന് വ്യാസനോട് പറഞ്ഞിട്ട് അപ്പോഴാണ് വ്യാസമഹർഷിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തിയിട്ട് അദ്ദേഹം രണ്ട് കൈകളും ശിരസിൽ വെച്ച് ഉറക്കെ വിളിച്ച് കരഞ്ഞ് വിളി കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. രണ്ട് കൈയും ശിരസിൽ വെച്ചു പുത്രേതി തന്മയതയാ തരവോ അഭിനേതു പുത്ര എന്ന് വിളിച്ചു കരഞ്ഞു അദ്ദേഹത്തിന്റെ മമതാബന്ധത്തിന് മുക്തി നേടാനാവാതെ. അത് കണ്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് എൻ്റെ പുത്രന്മാരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നൊരു ചിന്ത. എൻ്റെ പുത്രന്മാരോ? അങ്ങനെയുണ്ടോ? അതെ, അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുക. ഈ പാണ്ഡവരും കൗരവരും ഒക്കെ എൻ്റെ പുത്രന്മാരാണ്. അല്ലാതെ ഔരസപുത്രനായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു എൻ്റെ മാറിൽ നിന്നും, എൻ്റെ സ്വന്തമായിട്ട് ജനിച്ചൊരു പുത്രൻ. അത് മറ്റൊരു ബീജവുമായി സങ്കലനം ചെയ്യാതെ കിട്ടുകയാണ്. അതിനെയാണ് വാസ്തവത്തിൽ ശുഖബ്രഹ്മർഷി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം എന്നെ വിട്ടുപോയി. ഇനി എൻ്റെന്ന് പറയാൻ ഇവിടെ ആരുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് വേദങ്ങൾ ലഭിച്ചിട്ട് ഇതിഹാസം ഉണ്ടാക്കിയിട്ടും ഇത്രയും വലിയ 17 പുരാണങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇതുവരെയായിട്ടും ഈ മമതാബന്ധത്തെ വേർപെടുത്താനാവില്ലേ? ആവുന്നില്ല. എന്താണ് കാരണം പറയൂ. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, അങ്ങേക്ക് വേണ്ട വിധത്തിലുള്ള ഭഗവത് ഭക്തി. ഇവിടെയാണ് നാരദനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ജ്ഞാനം, കർമ്മം, ഭക്തി എന്ന 3 മാർഗമാണ് മോക്ഷോപയോഗിയായിട്ട് വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങളിലൂടെയും ഈ ഉപനിഷത്തിലൂടെയും ഇതിഹാസങ്ങളിലൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ബീജം ഇത് 3 തന്നെയാണ്. ഉദ്ധവോപദേശത്തിൽ ഈ 3നെ കുറിച്ച് ഉപദേശങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ 3 മാർഗങ്ങൾ ഇവിടെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതില് ഏതു മാർഗത്തിൽ കൂടി സഞ്ചരിച്ചാലാണ് ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് തിരിച്ചറിഞ്ഞ ഒരു ഋഷി നാരദൻ മാത്രമേ. ഭക്തി മാർഗത്തിൽ കൂടി അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് മുക്തിയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റിയ കഥാപാത്രമാണ് നാരദൻ. ഇത് മറ്റു പല ഋഷിമാർക്കും പറ്റാത്ത ഒരു വലിയ കാര്യമാണ്. നാരദൻ സ്വയം ഏറ്റെടുത്താണ്. ഇത്രയും ഋഷിമാർ ഭാരതത്തിലുണ്ടായിട്ടും ഒരു ഭക്തി സൂത്രം എഴുതാൻ നാരദന് മാത്രമേ പറ്റുള്ളൂ. ബാക്കി ആരും എഴുതിയിട്ടില്ല. വ്യാസൻ പോലും ഇല്ല, ബാക്കി ആരുമില്ല. അപ്പൊ ഇവർക്കെല്ലാം അല്ലെ, ജ്ഞാനത്തെ അധികരിക്കുന്ന ബ്രഹ്മസൂത്രമുണ്ട്, കർമ്മത്തെ അധികരിക്കുന്ന മീമാംസാ സൂത്രങ്ങളുണ്ട്, ഭക്തി സൂത്രം ഇല്ല. ജ്ഞാനത്തിനും കർമ്മത്തിനും വഴി ധാരാളമാണ്, ഭക്തിക്ക് എന്താ വഴിയില്ലാത്ത? ഇവിടെയാണ് നാരദന്റെ പ്രസക്തി. നാരദനാണ് ഭക്തി എന്താണെന്നും ഭഗവാനോട് പരമപ്രേമരൂപമായ ഭക്തി അങ്ങേക്ക് ഇല്ലാതെ പോയതാണ് പറ്റി കുഴപ്പമില്ല. പക്ഷെ അത് നേടാൻ എന്താ ചെയ്യേണ്ടത്? ഭക്തി ഉള്ളിൽ ഉറച്ചാൽ ഒരു മമതയും നമ്മളെ ബാധിക്കത്തില്ല. എൻ്റെ എന്നുള്ള ചിന്തയുണ്ടാകുകയില്ല. ഇതൊക്കെ ഭഗവാന്റേതാണ്. ഈശാവാസം ഇതം സർവം എന്ന് ഉപനിഷത്ത് പറഞ്ഞത് സാർത്ഥകമാക്കണത്. ഉപനിഷത്തുകളൊക്കെ ജ്ഞാനത്തിലും കർമ്മത്തിലും കിടന്ന് കളിക്കുന്നേ ഉള്ളൂ, ഭക്തിയിലേക്ക് വരുന്നേ ഇല്ല. ഭാഗവതമാണ് ഭക്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അങ്ങ് ഇത്രയും കാലം പഠിച്ച ആ ചര്യകളിൽ നിന്ന് മാറിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെ ഭക്തി നിർഭരമായി ആഘോഷിക്കത്തക്ക മട്ടിൽ ഒരു പുരാണം അങ്ങ് ആരചിച്ചു. അതുകൊണ്ട് മാത്രമേ അങ്ങേക്ക് മുക്തി കിട്ടുള്ളൂ. ഈ നാരദന്റെ ഉപദേശമാണ് വാസ്തവത്തിൽ ഭാഗവതത്തിന് ജന്മം നൽകിയത്. അല്ല, അങ്ങനെ ഭാഗവതം ഉണ്ടാവില്ല. ഇത്രയും ഭക്തി നിർഭരമായ ഭാഗവതം വാസ്തു നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് എന്നാണ് ഈ നാരദന്റെ ഉൽപ്പത്തി അറിയാൻ വഴിയില്ല. രാമായണ കാലം ത്രേതായുഗം മുതലുണ്ട്. ആ കാലം മുതൽ നമുക്ക് നാരദനെ പരിചയമാണ്. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്ന് വാൽമീകിയോട് അങ്ങ് ഇപ്പൊ ചൊല്ലിയ അതേ അനുഷ്ഠുപ്പ് വൃത്തത്തിൽ ഒരു കാവ്യം എഴുതൂ. എന്തായാലും എന്റെ കഥ എന്താണ്? രാമന്റെ കഥ. രാമനോ? അതാര്? കേട്ടോളൂ. ഇക്ഷ്വാകു വംശത്തിന്റെ ഒരു ചക്രവർത്തി. അങ്ങനെ ആളുണ്ടോ? രാമായണം മുഴുവൻ പറഞ്ഞു എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെയൊക്കെയാണ് നാരദന്റെ മഹാത്മ്യം. ഏഷണിക്കാരനല്ല മനസ്സിലാക്കേണ്ടത്. അത് നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇപ്പം ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ജീവിതചര്യകളില് ഏറ്റവും അധികം മുന്തി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്നത്
ഉത്കൃഷ്ടമായി നിൽക്കുന്ന എന്തോ അത് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അനുകരിക്കലാണ് ജീവിതധർമ്മം. അല്ലാതെ ഏതെങ്കിലും ചില ഒന്ന് രണ്ട് കളങ്കം മാത്രം കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് പാടിപ്പുകഴ്ത്തലല്ല മനുഷ്യ ജീവിത ധർമ്മം. നോക്കൂ, ഈ ചന്ദ്രൻ ഇത്ര വലിയ പ്രകാശം നൽകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രനെ നിനക്കൊരു കളങ്കമില്ലേ? അതിനെക്കുറിച്ച് ആരും പറയാറില്ലല്ലോ. ചന്ദ്രൻ എത്ര സുന്ദരനാണെന്നേ പറയും. അങ്ങനെ മഹാത്മാക്കളുടെയും ദിവ്യാത്മാത്മാക്കളുടെയും ചെറിയ കളങ്കത്തെ നമ്മൾ പാടിപ്പുകഴ്ത്തല്ല അവഗണിച്ചിട്ട് ഉണ്ടോ ഗുണം കേൾപ്പിൻ അതൊന്നു മാത്രം, ഇതാണ് കേൾക്കേണ്ടത്, ഇതാണ് അറിയേണ്ടത്, അതാണ് ചരിത്രം. അവിടെയാണ് നമുക്ക് നാരദനെ കുറിച്ച് ഏറ്റവും അധികം ബഹുമാനം തോന്നുന്നത്. ഒരുപക്ഷെ നാരദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ഭക്തി ഭാരതത്തിൽ ഉണ്ടാവില്ല. ഭാഗവത മാഹാത്മ്യത്തിൽ പത്മപുരാണത്തിന്റെ കഥ പറയുമ്പോഴും ഭക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ നാരദനായിരുന്നു. നാരദനാണ് എന്താണ് ഭക്തിയെ കണ്ടുപിടിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഭക്തിയെ ഉണർത്തിയെടുത്ത് എന്താണ് ജാജ്വല്യമാനമാക്കി ഈ ഭാരതമെമ്പാടും പ്രചരിപ്പിച്ച നാരദനാണ്. ഇവിടെ ഞാൻ പറഞ്ഞേ, ഭക്തി ദൗത്യം ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കാൻ ഉത്കൃഷ്ടമായി സഞ്ചരിച്ചൊരു കഥാപാത്രം. അവിടെയാണ് നമുക്ക് നാരദൻ അറിയേണ്ടത്. നാരദൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭക്തിയൊന്നും ഉണ്ടാവില്ല, ഭാരതത്തിൽ ഒരു ദേശത്തും ഉണ്ടാവില്ല. അപ്പൊ നാരദന്റെ ഏത് കഥ എടുത്താലും നമുക്കിത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഭാരതപുരാണത്തിന്റെ ആമുഖത്തില് ഭാഗവത പുരാണത്തെ പത്മപുരാണ അന്തർഗതമായ ഒരു മഹാത്മ്യ കഥ കൂട്ടിച്ചേർത്തത് ഈ ഭക്തിയുടെ മഹാത്മ്യം പറയാൻ വേണ്ടി മാത്രമാണ്. അവിടെയും നാരദൻ കയറി വന്നിട്ടാണ് ഈ ഭക്തിയെ ഇത്രയധികം ഉത്കൃഷ്ടമാക്കി മാറ്റുന്നത്. ഇനിയും അത് കഴിഞ്ഞ് എന്താണ്, അങ്ങനെ ഞാൻ ബ്രഹ്മപുത്രനായി അവതരിച്ച് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് താൻ ജനിച്ച് ഈ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ചു പോകും. ഇതിനു മുമ്പ് ഉപബർഹണന്റെ ജന്മത്തിന് മുമ്പ് എനിക്കൊരു ജന്മം ഉണ്ടായിരുന്നു. അന്ന് ഞാന് ഭൂമിയുടെ പുത്രനായിട്ട് ഞാൻ ജനിച്ചു. അന്ന് എനിക്ക് നൽകിയ പേര് നാരദൻ എന്നാണ്. ആ പേരാണ് എപ്പോഴും തന്നിരിക്കുന്നത്. അന്ന് ഭൂമിയിലെ സസ്യജാലങ്ങൾക്ക് വെള്ളം കോരാൻ ചോദിച്ച ആളാണ് ഞാൻ. നാരം ദദാതീതി നാരദ, വെള്ളം കൊടുക്കുന്നവൻ എന്നായിരുന്നു അന്നിന്റെ പേരിന്റെ അർത്ഥം. നാരം ദദാതീതി നാരദ, നാരത്തെ ദാനം ചെയ്യുന്നവൻ. പാനീയം, നാരം എന്ന് വെച്ചാൽ പാനീയം, പാനീയമായി വെള്ളത്തെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേരും എനിക്കൊരു കാലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ജന്മ പരമ്പരകളെ സ്മരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭക്തിയുപദേശ കഥകൾ ഭാഗവതത്തിൽ ധാരാളം നമുക്ക് കാണാം. ഈ കലഹപ്രിയത്വം ഒരു തമാശ മാത്രമാണ്. ഭക്തിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തമാശയായിട്ട് മാത്രമേ ഇത് അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ, ഈ കലഹപ്രിയത്വം. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ കലഹപ്രിയത്വത്തിൽ കൂടി അല്ല പോവേണ്ടത്, അദ്ദേഹത്തിന്റെ ഭക്തിയിൽ കൂടിയാണ് സഞ്ചരിക്കേണ്ടത്. ഇനിയും ഭാഗവതത്തിലുണ്ട്, ഇതിഹാസമായ മഹാഭാരതത്തിലുണ്ട്. രണ്ടിലും കൂടി സഞ്ചരിച്ചാൽ ധാരാളം കിട്ടും. പക്ഷെ ഞാൻ ഓടിപ്പോവുകയുള്ളൂ, സഞ്ചരിച്ച് വിസ്തരിച്ച് പോകാൻ പറ്റുന്നില്ല. ഏറെ പരിചയം ഭാഗവതമായിട്ടുള്ള ആദ്യം ഭാഗവതത്തെ കുറിച്ച് പറയാം. മഹാഭാരതത്തിൽ അപൂർവേ ഉള്ളൂ. രാമായണത്തിൽ ഒറ്റയിടത്ത് മാത്രമേ നമുക്ക് ഈ ഉപദേശം കഴിഞ്ഞപ്പോൾ നാരദനെ കുറിച്ച് കാണാൻ പറ്റുള്ളൂ. മഹാഭാരതത്തിൽ 2-3 സന്ദർഭത്തിൽ, ബാക്കിയൊന്നുമില്ല. പിന്നെ കാണുന്ന മുഴുവൻ ഇവിടെയാണ്. അവിടെയാണ് ഭക്തിയാണ് നാരദന്റെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ്. വരാഹാവതാരത്തിലാണ് ഭാഗവതത്തിൽ പിന്നെ നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. ഭൂമിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ആ ഭൂമി എവിടെയാണെന്ന് മഹാവിഷ്ണുവിനെയും അസുരൻ എവിടെയാണ് എന്ന് അവളുടെ വിഷ്ണു ഭഗവാൻ എവിടെയാണെന്ന് അസുരനെയും ധരിപ്പിച്ച നാരദനാണ്. ദാ ചൊല്ലു, അവിടെ ഇരിപ്പുണ്ട് എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയും ഈ കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ ഉത്കൃഷ്ടമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. അസുര നിഗ്രഹണം സാധിച്ചെങ്കിൽ മാത്രമേ ഭക്തി വളരുകയുള്ളൂ. അസുരന്മാർ നിലനിൽക്കുന്നതോളം ഭക്തി വളരില്ല, ഉറപ്പാണ്. കാരണം അവർ ഭക്തിയെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണുള്ളത്. നമ്മൾക്ക് ഭാഗവത്തെ അനേകം കഥകൾ കൂടി അറിയാം. ഭക്തി വർദ്ധകമായ എന്തെങ്കിലും ഭൂമിയിൽ നടക്കുന്നത് അത് നശിപ്പിച്ചേക്കാനാണ് പറയാം. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും കംസനും ഒക്കെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പൊ വാസ്തവത്തിൽ ഭക്തിക്ക് തടസ്സമായി എന്ത് നിൽക്കുന്നുവോ അതിനെ എന്ത് വിദ്യ ഉപയോഗിച്ചും നഷ്ടപ്പെട്ടത്. അതിനുവേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത്. അല്ലെങ്കിൽ ഈ ഹിരണ്യാക്ഷരം കണ്ടെത്താൻ മേലായ്മ കൊണ്ടൊന്നുമല്ല, ഭഗവാൻ അറിയാം. പക്ഷേ നാരദൻ നിമിത്തമാക്കി കാണിച്ചു കൊടുത്തിട്ട് അവിടെ നാരദന്റെ ഇടപെടൽ ഈ ഭക്തിയെ വളർത്തിക്കൊണ്ടുവരാൻ അസുരവംശത്തെ ഭൂമിയിൽ നശിപ്പിച്ച് ഭൂമിയിൽ ധർമ്മത്തെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുഭിക്ഷമായി ഭക്തി ആചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്ന് കരുതി തന്നെയാണ്. അതാ വരാഹാവതാരത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും.
പിന്നൊന്ന് എന്താ ധ്രുവചരിതത്തിലാണ്. കേവലം 5 വയസ്സുള്ളൊരു കുട്ടിയെ അച്ഛനെ മടയിൽ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് തപസ്സിന് പോകാൻ വേണ്ടി പുറപ്പെട്ടൊരു കുട്ടിയെ എന്താണ് തപസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തപസ്സിന്റെ ലക്ഷ്യം ഭഗവാനെ കാണാനാണ്, അച്ഛനെ മടയിൽ കയറിയിരിക്കാനല്ല. ഇവിടെയാണ് നാരദന്റെ ഇടപാട് ഞാൻ പറയാൻ വരുന്നത്. അങ്ങനെയാണ് ധരിച്ച തപസ് കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ തപസ് ഉപയോഗിച്ചിരുന്ന മുഴുവൻ. ഓരോരുത്തരും തപസ് ചെയ്യുന്ന ഓരോ ലക്ഷ്യം കണ്ടിട്ടാ. ഈ ലക്ഷ്യം നേടാൻ വേണ്ടി തപസ് ചെയ്യാണ്. ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ, ഒരു നല്ല ഭാര്യയെ കിട്ടാൻ ഒക്കെ തപസ്സാ ചെയ്യുക. അങ്ങനത്തെ കഥ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അപ്പം ഇതല്ല തപസ്സിന്റെ ലക്ഷ്യം എന്ന് ആദ്യം ഒരു കുട്ടിയെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ച നാരദനാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ നാരദൻ ഭക്തിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ കാരണം. ഭഗവത് ദർശനമാണ് തപസ്സിന്റെ ലക്ഷ്യം. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തപസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് നാരദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു പലപ്പോഴും. അപ്പൊ തപസ് ചെയ്യുന്നത് അപ്പോഴപ്പോഴുള്ള കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റൊരാളെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു വരം കിട്ടാൻ വേണ്ടി മാത്രമല്ല. അതൊക്കെ അതിൻ്റെ ബാഹ്യമായ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായ ലക്ഷ്യം ഈ ഭക്തിയെ വളർത്തി ഉന്മുഖമാക്കാൻ ഭഗവത് ദർശനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അദ്വൈത സിദ്ധാന്തത്തെ എതിർക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഭഗവാനെ നേരിട്ട് കണ്ട് അതിൽ കൊണ്ട് കിട്ടുന്ന ആനന്ദ അനുഭവം അനുഭവിപ്പിച്ചെങ്കിൽ മാത്രമേ കലിയുഗത്തിൽ ഭക്തി ഉറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പിഞ്ചു ബാലനെ കൊണ്ട് ജയിച്ചത്. ഒരു മന്ത്രോപദേശം കൊടുത്തു. മന്ത്രം ഇല്ലാണ്ട് പറ്റില്ല, കേട്ടുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നമുക്ക് പരിചിതമായ ഒരു മന്ത്രം ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ട് മധുവനത്തിൽ പോയി തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. തപസ്സിന്റെ ലക്ഷ്യം വന്നപ്പോൾ 6 മാസം കൊണ്ട് തപസ് സഫലീകരിച്ചു. 12,000 വർഷം തപസ് ചെയ്ത് ഋഷിമാർ അപ്പുറം നിൽപ്പുണ്ട്, നോക്കണം. 1000 വർഷം 2000 വർഷമൊക്കെ നിരന്തരം തപസ് ചെയ്യുകയാണ് മുക്തിക്ക് വേണ്ടി. ഒരു രക്ഷയില്ല. പക്ഷേ വെറും 6 മാസം മതിയായിരുന്നു ഈ ധ്രുവന് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ. കാരണം ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഭഗവാനെ കാണണം എന്ന് മാത്രം, ബാക്കിയൊന്നുമല്ല. തൻ്റെ ആദ്യത്തെ ലക്ഷ്യം അതല്ല, അച്ഛനെ മടിക്കരുതിരിക്കണമെന്നായിരുന്നു. അതിനെ മാറ്റിയെടുത്തു നാരദ മഹർഷി. നോക്കൂ, നാരദന്റെ ഇടപെടൽ എത്ര യുക്തിസഹവും എത്ര യോഗ്യവുമാണ് ഓരോ കഥാസന്ദർഭത്തിലും അദ്ദേഹം കാണിച്ചത്. അതാണ് നമുക്ക് വ്യക്തമായിട്ട് എടുത്തു പറയാനുള്ളത്. അത് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നാരദനെ കുറിച്ചുള്ള ഈ ചിന്ത മാറില്ല. നാരദനെ കേട്ടാൽ അപ്പം എല്ലാവർക്കും ചിരി വരും. സീരിയലുകളിലും അതുപോലെ അവിടെ കഥാപ്രസംഗക്കാരും പിന്നെന്താണ് കൂത്ത് മുതലായിരിക്കുന്ന അനേകം മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന മുഴുവൻ ഇദ്ദേഹം ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ടാണ് നാരദൻ. അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതൊന്ന് മാറ്റിയേ മതിയാകൂ നാരദനെ കുറിച്ചുള്ള ചിന്ത എന്നാണ്. പിന്നൊന്ന് പുരഞ്ജനന് തത്വം ഉപദേശിക്കുന്ന സമയത്ത് പുരഞ്ജന തത്വത്തിൽ പ്രജയദാസുകൾക്ക് ഉപദേശം കൊടുക്കുന്ന അവിടെ അവരുടെ ഭാഗവത മഹിമ എന്താണ് എന്ന് ശരിക്കും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നാരദന്റെ വാക്കുകൾ കൂടിയാണ്. അത് ഇവർക്ക് അറിയാൻ ഒരു വഴിയില്ല. എന്താണ് ഭഗവൻ മഹിമ, എന്താണ് ഭാഗവത മഹാത്മ്യം എന്ന് അത് വിസ്തരിച്ച് കുറേ ശ്ലോകങ്ങൾ കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, വഴിയിലേക്ക് പോകുന്നില്ല. ഒരു ചൂണ്ടുവിരൽ കാണിച്ച് വിടുന്നേ ഉള്ളൂ. ഇതിൽ കൂടിയാണ് ഇങ്ങനെ പോയതെന്ന്. പിന്നെയുള്ളത് നാരദ യുധിഷ്ഠിര സംവാദത്തിൽ കൂടി പ്രഹ്ലാദ കഥയിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് അടുക്കിന് പറഞ്ഞു പോകുന്നുണ്ട്. നാരദനും യുധിഷ്ഠിരനുമായിട്ടുള്ള സംവാദത്തിൽ വെച്ച് ഈ പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ അവിടെ തൻ്റെ ഈ ജന്മകഥയിൽ കൂടി അസുരവംശത്തിൻ്റെ നായികയിൽ അസുരവംശത്തിൻ്റെ ബീജം ഉണ്ടായതിനെ ആസുരപ്രകൃതിയിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന സത്സംഗം കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ഇന്ന് നമ്മൾ നടന്ന സത്സംഗത്തിന് ബീജാവാപം ചെയ്ത് നാരദനാണ്. അത് ഭക്തിയിലൂടെ പറ്റൂ. ഇത് പ്രഹ്ലാദന് ഉപദേശിച്ചു കൊടുത്തു. ഒരു പക്ഷേ ഈ പ്രഹ്ലാദൻ എന്ന കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഭാരതന്റെ അവസ്ഥ എന്താകും? നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു വലിയ പിടി ഈ ഭക്ത പ്രഹ്ലാദനിൽ കൂടിയാണ്. അത് എപ്പോഴും എല്ലായിടത്തും എല്ലാവരും മുഖ്യമായി എടുത്തു കാണിക്കാറുണ്ട്. സത്യമാണ്. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നാരദനാണ്. അല്ലായിരുന്നെങ്കിൽ ഈ കയാധു അനുഹ്ലാദനെ പോലെ വിഹ്ലാദനെ പോലൊരു പുത്രനെ പ്രസവിച്ചു. അത്രേ ഉള്ളൂ കഥ. അസുരവംശത്തിൽ ചക്രവർത്തിയായിട്ട് പിന്നെയും ജീവിച്ചേക്കാം. അത്രേ ഉള്ളൂ. ഒരു പ്രയോജനം ഇല്ലാതെ പോയി. അത് മാറ്റിയെടുത്തിട്ട് ഈ അവസാനത്തെ സന്താനം ഉത്കൃഷ്ടമായ ഭക്തിയുടെ ഉടമസ്ഥനായി മാറണം എന്ന്, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവായ ഒരു ശക്തി ജഗദീശ്വരൻ മാത്രമാണ് എന്ന്
ആ കിട്ടിയ ഗർഭകാലത്തിൽ നിന്ന് കിട്ടിയ ആഗർഭ സംസ്കാരം എന്ന് വേണേൽ പറയാം. ഈ ആഗർഭ സംസ്കാരം കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യകത കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നാരദനാണ്. ഇന്ന് അങ്ങനെ ഒരു സംസ്കാരം കുട്ടികൾക്ക് കിട്ടുന്നില്ല. ജനിച്ചു വളർന്നതിന് ശേഷം കുറെ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. ഈ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ജീവനെ സംസ്കരിച്ചെടുക്കാൻ പറ്റണം. അതിന് 5-ാം മാസം മുതൽ ഗർഭവതികളായ സ്ത്രീകൾ ഈ സദുപദേശങ്ങൾ, സൽക്കഥകൾ നിരന്തരം കേൾക്കണം. ഇത് കേട്ടാൽ മാത്രമേ ജനിച്ചു വരുന്ന സന്താനം കരുത്തുള്ള ഭക്തി ഉണ്ടാകൂ. അല്ലെങ്കിൽ ഭക്തി ഉണ്ടാകും, അപ്പം തന്നെ നശിച്ചു പോകും. ഇപ്പൊ അങ്ങനെയാണ്. ഭക്തിക്ക് ഉത്പത്തിയുണ്ട്, വൃത്തിയില്ല. എല്ലാവർക്കും ഭക്തിയുണ്ട്, ഇത്തിരി സമയമൊക്കെ ഉണ്ട്. ഒന്നിതൊരു വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച, അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവിലെ 1 മണിക്കൂറോ വൈകിട്ട് 1 മണിക്കൂറോ ഞങ്ങളുടെ ഭക്തി അതോടെ കഴിഞ്ഞു. പിന്നെ അടുത്ത വെള്ളിയാഴ്ച നോക്കിയിരിക്കുകയാണ് ഭക്തി ഉണ്ടാവാൻ. ഇത് എവിടെ വളരാൻ? ഭക്തേഹേ ഉൽപ്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ നൂനം എന്ന് എളുപ്പത്തിൽ വർദ്ധിച്ചത്. ഉണ്ടാകുന്ന ഭക്തി വളർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. നമുക്കിപ്പോൾ അതാണ്, ഭക്തി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ പത്രം കേൾക്കുമ്പോൾ 1 മണിക്കൂർ അല്ലെ ഒരു ദിവസം ഭക്തി ഉണ്ടായി, 7 ദിവസം ഭക്തി ഉണ്ടായി, പിന്നെ പിറ്റേ ദിവസം അത് മുഴുവൻ കളഞ്ഞു. ഉൽപ്പത്തിക്ക് വൃദ്ധി ഉണ്ടാകുന്നില്ല. അഭിവൃദ്ധി ആയി മാറിയെങ്കിൽ മാത്രമേ അത് ഫപ്രയോജിക്ക് ഭവിക്കുള്ളൂ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നാരദനാണ്. അപ്പൊ ഇവിടെ ഈ കുട്ടിയിലുണ്ടായ ആ ഭക്തിയെ, ഗർഭത്തിൽ വെച്ചുണ്ടാകുന്ന ഭക്തി ജനിച്ചു കഴിഞ്ഞാലും ആർക്കും മാറ്റാൻ പറ്റില്ല. എത്ര നിരീശ്വരവാദികളായ കുട്ടികളും സാറുമാരുമാണ് ഈ പ്രഹ്ലാദനെ ചുറ്റും നിന്ന് നിരീശ്വരവാദം പഠിപ്പിച്ചത്? മാറിയില്ലല്ലോ. മാറ്റാൻ ഒരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷെ പ്രഹ്ലാദന്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. ഇത് ആര് വിചാരിച്ചാലും ഇളക്കി മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരെയൊക്കെ മാറ്റുകയും ചെയ്തു. നല്ല ഉപദേശങ്ങളെ കണ്ട 100 കുട്ടികളെയും ആ പാഠശാലയിലെ മുഴുവൻ കുട്ടികളെയും ഏറ്റവും വലിയ ഭക്തന്മാരാക്കി മാറ്റാൻ സാധിച്ച ഒരു ഭക്തന്റെ കഴിവ് നാരദനാണ് നോക്കിയത്. അവർ കാണിച്ചത്. ഭക്തി ഉണ്ടായാൽ പോരാ, വളർന്ന് വികസിക്കണം. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ അനായാസമായിട്ടും കഴിയും. ഇന്ന് ഭക്തിയുടെ പേരിൽ അനവധി ഗോഷ്ഠികൾ കാണിക്കുമ്പോൾ എന്താണ് ശരിയായ ഭക്തി എന്ന് നാരദ മഹർഷിയിൽ കൂടി വേണം പഠിക്കാൻ. അതാണ് ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. ഇതാണ്. അതുകൊണ്ട് ഭാഗവതത്തിൽ അപരിഹാര്യ കഥാപാത്രമാണ് നാരദൻ. എത്ര സന്ദർഭങ്ങളാണ് നാരദനെ കാണുക. അതേപോലെ തന്നെ എന്താണ് കംസനുമായുള്ള സംഭാഷണം വരുമ്പോഴും 2 പ്രാവശ്യം, ആദ്യവും പിന്നീടും, ഈ 2 സന്ദർഭത്തിലും കംസനെ കുറിച്ച് കംസന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ശരിക്കും ബോധ്യപ്പെടുത്തിയിട്ട് എന്താണ് ഈ ശ്രീകൃഷ്ണൻ എന്നുള്ള ഏറ്റവും വലിയ ഐശ്വര്യ തേജസ്സിന്റെ ഭക്തിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കംസനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു തന്ത്രം പ്രയോഗിക്കലാണ് അദ്ദേഹം ചെയ്തത്. അവിടെയാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ കാപട്യമാണ്, അദ്ദേഹം കലഹപ്രിയനാണെന്നൊക്കെ പറഞ്ഞ അവിടെയാണ്. കലഹമല്ല, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന വഴി ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ ഇപ്പോഴൊന്നും പണ്ടേ നീ ഇവിടെ ദേവന്മാരുടെ ശത്രുവാണ്, പുതുതല്ല. ആ ദേവവംശത്തിൽ പറഞ്ഞതാണ് ശ്രീകൃഷ്ണൻ. നീ എത്ര കൊല്ലാൻ നോക്കിയിട്ടും പറ്റിയിട്ടില്ല, ഇപ്പോഴും അമ്പാടി നിൽപ്പുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ വരുത്തി കൊന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം താൻ മരിച്ചോളൂ എന്നാണ്. ഇത് നാരദന് മനസ്സിലായി, കംസനും ഇറക്കാതെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകാതെ പോയി. അതാണ് പറ്റുക. അപ്പം നമ്മൾ നാരദനെ ഏഷണിക്കാരനാണ് എന്നിങ്ങനെ പറഞ്ഞു വെപ്പിച്ചത്. ഇത് ഏഷണിയല്ല വാസ്തവത്തിൽ. ആ നിരീശ്വരവാദത്തെ അല്ലെങ്കിൽ ഭക്തിയെ എതിർക്കുന്ന വാദത്തെ എവിടെ കണ്ടാലും അതിനെ നുള്ളി നശിപ്പിച്ചു കളയണം. ഇത് നാരദന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. എന്ത് തന്ത്രം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓണാണ് ശ്രീകൃഷ്ണ ജന്മസമയത്ത് പോലും ഓരോരോ കംസനെ കബളിപ്പിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് മാറ്റിക്കൊണ്ട് അപ്പം ഒരു ശ്രമിച്ചാണ്. പിന്നീടാണ് അമ്പാടിയിൽ നിന്നും ഗോകുലത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ അവിടേക്ക് വരുത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു യജ്ഞം ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. യജ്ഞം എന്ന വ്യാജേന വരുത്താൻ ഉപദേശം കൊടുത്തിട്ട് നാരദൻ പോയി. ബാക്കി ഇനി ശരിക്കും വന്നോളൂ. കാരണം ഭക്തിയുടെ ഒരു ചെടി അവിടെ നട്ടു വെച്ചിട്ടാണ് പോണേ ആ കംസനിൽ. അത് തന്നെ വളർന്ന് കംസനെ തന്നെ നശിപ്പിച്ചോളും, നീ ഒന്നും ചെയ്യണ്ട. ഇതിന് നമുക്ക് കലഹമെന്നോ ഏഷണിയെന്നോ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. ഇത് കലഹമാണ്, ഏഷണിയാണ് അത്. അതേപോലെ വസുദേവനും നാരദനുമായിട്ടൊരു സംഭാഷണമുണ്ട്. ഈ അവസാനം ഇനി ഞാൻ എന്താണ് ഒരു സൽക്കർമ്മം ചെയ്യേണ്ടതെന്ന് വസുദേവൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി എന്ത് സൽക്കർമ്മം, ഈ കിട്ടു തന്നെ ഏറ്റവും വലിയ സൽക്കർമ്മല്ലേ.
എനിക്കൊരു യജ്ഞം ചെയ്യണം സൽക്കർമ്മത്തിന് വേണ്ടി. എന്ത് യജ്ഞമാണ്? ഈ കിട്ടിയ ശ്രീകൃഷ്ണ ഭഗവാനിലെ ഏറ്റവും വലിയ യജ്ഞം, ഇനി എന്തൊരു യജ്ഞമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖമായി ഇനിയും പറയാൻ പോകുന്ന ഉദ്ധവോപദേശത്തിന്റെ ആമുഖം ശരിക്കും ഉണ്ടാക്കി വെക്കുന്നത് ഇവിടെ നാരദനാണ്. ഇങ്ങനെ ഭാഗവതത്തിൽ കൂടി സഞ്ചരിച്ചു പോയാൽ ഈ നാരദൻ എന്തുമാത്രം വഴികളിൽ കൂടി ആൾക്കാരെ മനസ്സിലാക്കി. പിന്നെ അവിടെ രണ്ടാമത്തെ പ്രാചേതസദക്ഷൻ അദ്ദേഹത്തിനുണ്ടായ 10,000-16,000 പുത്രന്മാരൊന്നും ആദ്യം ഉണ്ടായി. ഇവരെയൊക്കെ നാരദൻ പറഞ്ഞ് തപസ്സിന് വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് വിചാരിച്ചത് മക്കളൊക്കെ തപസ്സിന് പോകാന്ന് പറഞ്ഞാൽ അവരെ അച്ഛനമ്മമാരുടെ ആദ്യം എന്തായിരിക്കും. അന്ന് തപസ്സിന് പോകുന്നത് ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, നല്ല വഴിക്കേക്കാണ് മക്കളെ തിരിച്ചു വിട്ടുന്നില്ല. ഇന്ന് ആര് സമ്മതിക്കും? ഒരു മാതാപിതാക്കളും സമ്മതിക്കില്ല. പക്ഷേ ഇവര് ഇത്രയും പേര് അനുവാദം ചോദിക്കുക, അവർ തപസ്സിനും പോയി. എന്നാൽ ഇനി കാണിക്കാം, വീണ്ടും സൃഷ്ടിച്ചു അത്രയും പേരെ ദക്ഷൻ. അവരെയും നാരദൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഇതിനെ ഏഷണി എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഈ പുത്രന്മാർ ഇത്രയും പേര് ജനിച്ചു വളർന്ന് രാജ്യഭാരം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന കലഹങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരെ ഭക്തിയിലേക്ക് തിരിച്ചുവിട്ടത്. അവസാനം ദക്ഷൻ എന്ത് ചെയ്തു? വീണ്ടും സൃഷ്ടിച്ചു. അവരെയും കൂടി വിടാൻ തുടങ്ങിയപ്പോൾ ദക്ഷൻ കടുത്ത ദേഷ്യമായിട്ട് വന്ന് ശപിച്ചു. അധികാരം ഒരിടത്ത് നിന്നൊക്കെ ഇരിക്കാൻ ഇടയാവാതെ പോട്ടെ. അത് നന്നായി. ശാപങ്ങളൊക്കെ നന്നായി വിചാരിക്കുന്ന ആളാണ്. കാരണം എവിടെയെങ്കിലും അധികസമയം പോയിരുന്ന പ്രശ്നമാണ്. കാരണം അവരുമായിട്ട് 2-3 വാക്ക് സംഭാഷണം ചെയ്യും. ഒന്നീ വഴക്കുണ്ടാക്കും, കലഹമുണ്ടാക്കും, ഏഷണിയൊക്കെ തിരിച്ചു വരും. അതേസമയത്ത് എങ്ങും നിൽക്കാതിരിക്കാൻ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു വിചാരിച്ചു. ഇപ്പൊ ഇതാ വരുന്ന, അതുകൊണ്ട് എനിക്കങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. ഗോദോഹന കാലം എന്ന് മാത്രമാണ്. പശുവിനെ കറക്കുന്ന സമയം മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അതിക്കുള്ളവിടെ നിൽക്കില്ല. അതിക്കുള്ളിൽ നിന്നാൽ ആ വീടുമായിട്ട് അറ്റാച്ച്മെന്റ്, ആൾക്കാരുമായിട്ട് ബന്ധം അറിയാതെ ഉണ്ടാക്കും. അങ്ങനെ ബന്ധനം ധാരാളം ഉണ്ടാകും എന്നുള്ളത് ഉണ്ടാകും. അതേപോലെ ഒരു പുഴുവിന്റെ ശാപം അദ്ദേഹത്തിന് കിട്ടിയിരിക്കൽ. അങ്ങനെ അദ്ദേഹം ആ ജന്മം ഉപേക്ഷിച്ച് വീണ്ടും വന്നതാണ്. നിനക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ ഇടയാവാതെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന്. അത് നന്നായി. കാരണം ഒരിടത്ത് ഇരുന്നെങ്കിലേ ഉള്ളൂ പ്രശ്നം. ഈ 2 ശാപങ്ങൾ അനുഗ്രഹമായിട്ട് കരുതിയിട്ട് ഇതാ ഞാൻ എൻ്റെ വീണയുമായി ലോകമെമ്പാടും സഞ്ചരിക്കാം. 14 ലോകത്ത് നിന്ന് സഞ്ചരിച്ചു പോകാം. ഈ വീണയിൽ കൂടി ഞാൻ എൻ്റെ ശബ്ദത്തെ ലോകത്ത് അറിയിക്കുന്നുണ്ട്. കാരണം നാരദൻ എന്നെ പേര് തിരിച്ചിട്ടാൽ ദ ര ന എന്ന് വരും. സംഗീതം പാടുന്നതൊക്കെ ആദ്യം വർണ്ണം പാടാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആദ്യം ദ എന്ന് കുറേ സമയം പാടും, പിന്നെ രാ പാടും, അവസാനം നായം പാടും. ഇത് കഴിഞ്ഞിട്ട് അവര് പാട്ട് തുടങ്ങുള്ളൂ. ഇത് അവരുടെ ഒരു അലിഖിതമായ നിയമമാണ്. ആര് സംഗീതം പാടിയാലും ദ ദ ദ ദ എന്ന് തുടങ്ങി നാന നാന എന്ന് പറഞ്ഞ വരുള്ളൂ. ഇത് നാരദൻ എന്നുള്ള വാക്ക് തിരിച്ചിട്ടാണ്. അപ്പം ലോകത്ത് നടക്കുന്ന സകല ശബ്ദമാധുരികളും നാരദന്റെ വീണയിൽ നിന്ന് പോയതാണ് എന്ന് ഉറപ്പിക്കാൻ ഈ സ്മരണം നിലനിർത്താൻ. പക്ഷെ അറിയാൻ വരാത്തത് നാരദനാണെന്ന് അറിയത്തില്ല, ധരണാനേ പാടുകയുള്ളൂ. ഈ ധരണ നാരദനാണെന്നും തിരിച്ചറിഞ്ഞാൽ നാരദന്റെ സംഗീത മാഹാത്മ്യത്തെക്കുറിച്ച് ലോകമെമ്പാടും പാടിപ്പോയിട്ടാൻ പറ്റും. പിന്നെ മുമ്പ് പറഞ്ഞ നാരം എന്ന വാക്കിനർത്ഥം ആത്മജ്ഞാനം എന്ന് തന്നെയാണ്. ആത്മജ്ഞാനത്തെ ദദാതി നൽകുന്നവനാണ് നാരദൻ. അല്ല വെള്ളം കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥം മാറിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്, അന്നങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ നാരം ദദാതീതി നാരദ. ഇതിനെ നാരം എന്നുള്ള നരസമൂഹം എന്ന അർത്ഥം ഉണ്ടാക്കിയിട്ട് ദ്യതി എന്ന് വെച്ചാൽ ഖണ്ഡയതി, നരസമൂഹത്തെ പരസ്പരം ഖണ്ഡിക്കുന്നവനാണ്, കലഹിപ്പിക്കുന്നവൻ അർത്ഥം വന്നിട്ട് നാരദൻ വാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാരം ദ്യതി ഖണ്ഡയതീതി നാരദ. നരസമൂഹത്തെ പരസ്പരം എന്ത് ചെയ്യാണ്? കലുഷിതമാക്കുന്നവനാണ് എന്ന്. പക്ഷെ തൻ്റെ ശരിയായ പേര് നാരം ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നവനാണ്. ഈ ജ്ഞാനം ഭക്തിക്ക് വേണ്ടിയാണ്. തൻ്റെ ജീവിതം മുഴുവനും ഭക്തിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ഋഷിയാണ്. അങ്ങനെ ഋഷിയെ നമുക്ക് ഭാരതത്തിൽ കാണാൻ പറ്റില്ല. തപസ്സാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന നമ്മുടെ ആർഷ പാരമ്പര്യയുടെ ഏറ്റവും വലിയ കരുത്ത്. നാരദൻ അങ്ങനെയല്ല, എവിടെയും പോയി തപസ് ചെയ്തിട്ടില്ല. നിരന്തരമായും നാമം ജപിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എത്ര പ്രാവശ്യം പരീക്ഷിച്ചു, ശ്രീകൃഷ്ണന്റെ മായ എത്ര പ്രാവശ്യം പരീക്ഷിച്ചു, ഇഷ്ടംപോലെ കഥ ഇതിനകത്തുണ്ട്. അവിടെയൊക്കെയും നാരദന് ശരിക്കും ഭക്തിയുടെ മഹാത്മ്യത്തെ തിരിച്ചറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഭക്തിയുടെ ഓരോ ചാലുകളിൽ കൂടിയും സഞ്ചരിച്ച് അതിൻ്റെ മഹാത്മ്യം ശരിക്കും തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തി
അത് എല്ലാവരെയും കാണിച്ചിട്ട് ഇതാണ് ഈ തപസ്സിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി. തപസ്സിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ജ്ഞാനവുമല്ല, കർമ്മവുമല്ല, ഭക്തി മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവതരിച്ച ഒരു കഥാപാത്രമാണ് വാസ്തവത്തിൽ എന്താണ് നാരദൻ. ഇനി മഹാഭാരതത്തിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് നാരദനെ കാണാം. അവിടെ നാരദൻ ധർമ്മ വിഷയത്തിൽ കൂടിയാണ് ഭക്തിയിലേക്ക്. ശ്രീകൃഷ്ണ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നിടം വരെ നാരദന്റെ സാന്നിധ്യം തീരെ കുറവാണ്. അതിന് ശേഷമേ ഉള്ളൂ. കാരണം അവിടെയും ഭക്തി വന്നതിന് ശേഷമേ നാരദൻ ചെല്ലുന്നുള്ളൂ. ഈ പാണ്ഡവരുടെ സമീപത്തേക്ക് നാരദൻ എത്തുന്നത് ശ്രീകൃഷ്ണമായിട്ടുള്ള സംഗമത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. അവിടെയും നമുക്ക് ചിന്തിക്കാനുണ്ട്. എവിടെയാണോ സാക്ഷാൽ ഭഗവാൻ, ഭക്തസ്വരൂപനായ ഭഗവാൻ, അവിടെ എത്താനുണ്ടാവുകയുള്ളൂ. ഇതാണ് ഭാരതീയ തപസ്സിന്റെയും ആർഷതയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തന്ന കഥാപാത്രമാണ് വാസ്തവത്തിൽ നാരദൻ. ഈ നാരദനെ കുറിച്ച് നന്നായി നമുക്ക് അറിയണം, പഠിക്കണം. ആ പുരാണമല്ല വേണ്ടത്, നാരദന്റെ ഭക്തിബോധകമായ ഒരു പുരാണം നമുക്ക് തിരിച്ചറിയണം. കലഹപ്രിയനല്ല നാരദൻ. അങ്ങനെ ഒരു വേർഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടായതിനെ നമുക്ക് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഭക്തിയുടെ സങ്കല്പം ദൃഢമാവുകയുള്ളൂ. അതുണ്ടായി വളർന്ന് നിരന്തരമായ നാമജപത്തിൽ കൂടി, നാവ് ഏത് സമയവും നാമത്തിൽ കൂടി മാത്രം സഞ്ചരിച്ചുകൊണ്ട്, നാവ് മാത്രമല്ല കാലും സഞ്ചരിക്കാൻ അനുഗ്രഹം കിട്ടി. ശാപങ്ങളൊക്കെ വരങ്ങളായി മാറ്റി. അങ്ങനെ ഇന്നും നാരദൻ അനശ്വര കഥാപാത്രമാണ്. ഒരിക്കലും നശിച്ചു പോയിട്ടില്ല. അന്ത്യം ഇടാന്ന് വെച്ചാൽ ഇല്ല. ഇന്നും ഭാരത ഭൂഖണ്ഡത്തിൽ എവിടെയെങ്കിലും അദൃശ്യമൂർത്തിയായി തൻ്റെ വീണയുടെ ശബ്ദം പൊഴിച്ചുകൊണ്ട് ഈശ്വരനാമങ്ങളെ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് സമയം 5 മിനിറ്റ് അതിക്രമിച്ച ഈ ഭാഷണം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നാരദനെ കുറിച്ചുള്ള എന്തെങ്കിലും ചില ചിന്തകൾ എല്ലാവരുടെയും മനസ്സിൽ ഇനിയും നിരന്തരമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാരായണീയ പത്രത്തിലെ വന്ദീയ ഗുരു പരമ്പര എന്നുള്ള ആദ്യത്തെ പ്രഭാഷണ പരമ്പരയും ഇവിടെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് ഓരോ ദിവസങ്ങളിലും കേൾക്കാം. ഓരോ ഗുരുക്കന്മാരെ കുറിച്ച് ഓരോരോ മഹാജ്ഞാനികളായ പണ്ഡിതന്മാരുടെ പ്രഭാഷണമുണ്ട്. അതെല്ലാം കേട്ട് ഈ പത്രം ഒരു വിജയകരമാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളെ ഭഗവത് പാദങ്ങൾ അർപ്പിക്കുന്നു. ഇത്രയും സമയം ക്ഷമയോടെ ഇതെല്ലാം കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. ലോകാ സമസ്താ സുഖ